ഈ നെയ്യ് കൊടുത്തവരും അതുപോലെ തന്നെ വാങ്ങിയവർക്കും പങ്കുണ്ടല്ലോ. കാരണം ക്വാളിറ്റി നോക്കിയിട്ട് വേണ്ടേ വാങ്ങാൻ. ഇപ്പോൾ വിറ്റവര് ക്വാളിറ്റി ഇല്ലാത്ത നെയ്യ് വിറ്റു, വാങ്ങിയവർ ക്വാളിറ്റി പരിശോധിച്ചില്ല. അപ്പം അതൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള രാജമാണിക്യത്തിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തരണം. ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെയുള്ള വില കുറഞ്ഞ നിലവാരമില്ലാത്ത നെയ്യ് വാങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി റിപ്പോർട്ട് തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് നടപടി ഉണ്ടാവും. ഞാൻ മുഖ്യമന്ത്രിയുടെ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പറഞ്ഞത് അത് അന്വേഷിച്ച് റിപ്പോർട്ട് തരണം, നടപടി ഗവൺമെന്റ് എടുക്കുമെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. പ്രഥമദൃഷ്ട്യാ ഇത് നോക്കുമ്പോൾ തെറ്റുപറ്റി. കാരണം വിറ്റവർ ക്വാളിറ്റി ഇല്ലാത്ത സാധനം വിറ്റെങ്കിൽ എന്തിന് ക്വാളിറ്റി ഇല്ലാത്ത സാധനം വാങ്ങി? അതൊരു ചോദ്യമല്ലേ. അപ്പോൾ അത് വലിയ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഗവൺമെന്റ് വളരെ ഗൗരവത്തിലാണ് കാര്യം എടുക്കുന്നത്. വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ നിവൃത്തിയില്ല. അല്ല, ദേവസ്വം കമ്മീഷണറാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തരട്ടെ, എന്നിട്ട് എല്ലാ കാര്യങ്ങളും ആലോചിക്കാം. ഏതായാലും പ്രഥമ ദൃഷ്ട്യാ തെറ്റ് ചെയ്തിട്ടുണ്ട്, സംശയം.